ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മാമലക്കണ്ടം ആണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ടൗണ് ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ ടൗണാണ്. ഇവിടുന്നാണ് നമ്മൾ മാമലക്കണ്ടത്തിലേക്ക് തിരിയേണ്ടത്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ പോകാനുണ്ട് മാമലക്കണ്ടം സ്കൂളിലേക്ക്. ഏകദേശം ഒരു 30 മിനിറ്റ് യാത്ര ചെയ്യേണ്ടി വരും. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിലെ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ബൈക്ക് റൈഡിങ്ങിന് സമയത്തുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇരുമ്പുപാലം ടൗണിൽ നിന്നും മാമലക്കണ്ടം പോകാനുള്ള റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ളതാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അപ്പോഴറിയാം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാടുകൾക്ക് നടുവിലൂടെയുള്ള യാത്രയാണ്, അതുതന്നെയാണ് അതിൻ്റെ ഭംഗിയും. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. ചുറ്റിലുമുള്ള കാഴ്ചകൾ ശ്രദ്ധിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകളാണ് മാമലക്കണ്ടത്തിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്നും 32 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണ് മാമലക്കണ്ടം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷേ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളും, നമ്മൾ അവസാനം അവിടെ ഒരു സ്കൂളുണ്ട്, ഒരു ഹൈ സ്കൂളുണ്ട്. ആ ഹൈ സ്കൂളിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ കാഴ്ചകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ളതാണ്. അത് കണ്ടോ, ഒരു വലിയൊരു മല, ഒരു പാറമലയാണത്. ഒരുപാട് ഉയരമുള്ളൊരു മലയാണത്. അതിൻ്റെ താഴെ കൂടെയുള്ള ഈ റോഡ് കണ്ടോ, ഒരു നല്ല ഇറക്കമുള്ളൊരു റോഡാണ്. ചെങ്കുത്തായ ഇറക്കമാണ്. കോൺക്രീറ്റ് ഒക്കെ ചെയ്ത റോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ മരങ്ങളും, ഈ വലിയ മരങ്ങളും, ഈ വലിയ പാറയും അതിനടിയിൽ കൂടെയുള്ള യാത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മാമലക്കണ്ടം ഹൈസ്കൂളില്ലേ, അത് ഒരുപാട് സിനിമയുടെയൊക്കെ ലൊക്കേഷൻ ആയതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള കേരളത്തിലെ ഒരു സ്കൂളാണ് ഈ മാമലക്കണ്ടം ഹൈസ്കൂൾ. രാഹുൽ ഇവിടെ വണ്ടി നിർത്തി നോക്കുന്ന കണ്ടില്ലേ. ഇതുവഴി പോകുന്ന ആരായാലും ഇവിടെ ഒന്ന് നിർത്തിയിട്ട് മുകളിലേക്ക് നോക്കും. അത്ര ഉയരത്തിലാണ് ആ മലയുള്ളത് കേട്ടോ. ആ പാറമല അത്ര ഉയരത്തിലാണ് അത് വരുന്നത്. അതിൻ്റെ താഴെ കൂടിയുള്ള റോഡും. കേരളത്തിൽ മറ്റേതെങ്കിലും സ്കൂളിന് ഇതുപോലെ സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒട്ടും മുന്നിലായിട്ട് ഈ വെള്ളച്ചാട്ടമാണ്. അത് വലിയൊരു കുന്നിൻ്റെ മണ്ടയിൽ നിന്നാണ് ആ വെള്ളച്ചാട്ടം താഴോട്ട് വരുന്നത്. സ്കൂളിൻ്റെ 4 ഭാഗങ്ങളും വലിയ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു
സ്കൂളാണിത്. അതിൻ്റെ മുകളിൽ നിന്നാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാകും. മഴ ഉണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും വെള്ളച്ചാട്ടം ഉണ്ട്. മഴ ഉള്ളപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി ഒന്നും കൂടുതലായിരിക്കും. മാമലക്കണ്ടം സ്കൂളിലേക്ക് പോകുന്ന ഈ വഴിക്ക് മറ്റ് നിരവധി വെള്ളച്ചാട്ടങ്ങളും അതുകൂടാതെ വ്യൂ പോയിന്റുകളൊക്കെ ഉള്ളതാണ്. അതൊക്കെ നമുക്ക് നിർത്തി കാണാനും ആസ്വദിക്കാനും പറ്റും. ആനപ്പെണ്ണുണ്ടോ? ആനപ്പെണ്ണുണ്ട്. ആനനെ കാണാൻ സാധ്യത. ആനപ്പെണ്ടും ഇതേണ്ടാ ഇതേണ്ടാ ഇതൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമല്ലേ അല്ലേ? ഏത് പൂമ്പാറ്റയല്ലേ? ബസ് KSRTC ബസ് വരും. KSRTCയുടെ വിനോദയാത്രയുണ്ട്. അപ്പോൾ ഒന്നാം വണ്ടിയായി KSRTCൻ്റെ വിനോദയാത്രയുണ്ട്. KSRTCയുടെ വകയായിട്ട് ഇപ്പോൾ വിനോദയാത്രയുടെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വെക്കേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ലീവുകളൊക്കെ വരുന്ന സമയത്ത് അവർ ഓരോരോ സ്ഥലത്ത് നിന്നും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഏരിയകളിലേക്ക് ഒരു KSRTC ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. അങ്ങനെ വരുന്ന ബസ്സാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. കഴിഞ്ഞ ദിവസം ആ ന്യൂസ് ഞാൻ പേപ്പറിൽ കണ്ടായിരുന്നു. മാമലക്കണ്ടം മൂന്നാർ 3 ദിവസത്തെ ട്രിപ്പ് KSRTCയുടെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മാമലക്കണ്ടം വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ക്യാമറ ഇതുപോലുള്ള സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ ചുറ്റിലും. നിങ്ങൾ കാണുന്നില്ലേ, നല്ല മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനമാണ്. അതിൻ്റെ നടുക്കൂടി ഒരു റോഡ്, ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തോട്ടിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ അവിടെ കുറേ നല്ല ഉരുളം കല്ലുകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ റോഡിങ്ങനെ പോകുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പക്ഷികളെ ശബ്ദങ്ങളും പിന്നെ അങ്ങനെയുള്ള വനത്തിനുള്ളിൽ കയറിയുള്ള സൗണ്ടുകളൊക്കെയാണ് ഇവിടെ മുഴുവൻ കേൾക്കാനുള്ളത്. വീടുകളോ ആൾതാമസമോ ആളനക്കമോ അങ്ങനെ ഒന്നുമില്ല. പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ടും മാത്രമേ കേൾക്കാനുള്ളൂ. അതുപോലെ നല്ല സൂപ്പറായ സ്ഥലമാണ് കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് പോകുന്നതുണ്ട്, അല്ലാതെ വേറെ ഇവിടെ ഒച്ചയും ബഹളമൊന്നും ഇല്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. റോഡിന് കുറച്ച് വീതി കുറവാണ്, അതുകൊണ്ട് 4 വീലൊക്കെ വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും വേറെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും വന്നു പോവുക ഈ ഭാഗത്ത്. ഇവിടെ ഹോം സ്റ്റേകളും ജംഗിൾ റിസോർട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. കാര്യമായിട്ടൊന്നും കണ്ടില്ല എങ്കിലും ഈ വനത്തിലൂടെയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക വൈബായിരിക്കും. അതും പിന്നെ നമ്മൾ ആ മാമലക്കണ്ടം സ്കൂൾ കാണുമല്ലോ, അതൊക്കെ ഒരു സൂപ്പറാണ്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ KSRTCയുടെ ഒരു ഉല്ലാസയാത്രയുടെ കാര്യം, അതുപോലെ വന്നൊരു ബസ്സാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് അതിനകത്തുള്ള ആളുകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ആ സൈഡിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണുകയാണ്. അതായത് ഒരു ചെറിയൊരു തോടുണ്ട്, ആ സൈഡിൽ കൂടി പോകുന്നുണ്ട്. അവിടെ കുറച്ച് വെള്ളമൊന്നുമില്ല, എന്നാലും അവിടെ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവരതൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. ലീവുള്ള ദിവസങ്ങളിൽ KSRTC ഇതുപോലെ ഒരുപാട് സർവീസുകൾ നടത്തുന്നുണ്ട്. അത് മൂന്നാർ, വാഗമൺ, വയനാട്, അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ടാണ് അവരെ ടൂർ പാക്കേജുകൾ വരുന്നത്. നിങ്ങൾ അധികം കാശൊന്നും മുടക്കാതെ സ്ഥലങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇതുപോലുള്ള പാക്കേജുകൾ നല്ലതാണ്. അത് നമ്മുടെ KSRTCയുടെ അടുത്തുള്ള ഡിപ്പോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ഇപ്പോൾ പോയ ബസ്സില്ലേ, അതും ഇതുപോലെ KSRTCയുടെ ടൂർ പാക്കേജിൽപ്പെട്ട ബസ്സാണ്. റോഡിന് വീതി കുറവായതുകൊണ്ട് സൈഡ് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒരുപാട് വികസിച്ച സ്ഥലമൊന്നുമല്ല ഇതൊരു സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ്. ടൂറിസം ആയി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ചെറിയ റോഡാണ്, ഗട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള റോഡ് തന്നെയാണ്. ഇതൊരു ചെറിയൊരു കവലയാണ്. ഈ കവലയിൽ നിന്ന് വലത്തുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ മുനിപ്പാറ, കോയിപ്പാറ, അങ്ങനെ ഓഫ് റോഡ് റൈഡൊക്കെ ഉള്ളൊരു ഏരിയ ആണത്. അവിടെ ജീപ്പ് സർവീസൊക്കെ അവൈലബിൾ ആണ്. 1-2 ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജീപ്പ് വിളിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റും. ഞങ്ങളെന്തായാലും ഇപ്പോൾ ഓഫ് റോഡ് ട്രൈ ചെയ്യുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും ഒരു വരവ് കൂടി വന്നിട്ട് അതൊക്കെ നോക്കാം. പിന്നെ അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ കോതമംഗലത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഏരിയ. രാവിലെ ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ 1-2 KSRTC ബസ്സുകളൊക്കെ ഇവിടെ വന്നിട്ട് അവർ തിരിച്ചു പോയി. ഇതാ മല കണ്ടോ, അതിൻ്റെ മുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇത് ഈ സ്കൂളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ തൊട്ട് മുറ്റം കഴിഞ്ഞ പാടെ ഈ വലിയ മലയും അതിൻ്റെ താഴെ കൂടി ഒരു തോടൊക്കെയാണ്. ഇത് കാണാൻ വരുന്ന ആളുകളുടെ ഡിസ്റ്റർബൻസ് മൂലം ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ആരെയും കയറ്റി വിടുന്നില്ല കേട്ടോ. അതവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലോട്ട് ഇന്ന് ആരെയും കടത്തി വിടില്ല. ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് ഇവിടെ കുട്ടികളെയൊന്നും കാണാനില്ല. കുറച്ച് ജീവനക്കാരുണ്ട്, പിന്നെ ഈ കോമ്പൗണ്ട് വൃത്തിയാക്കുന്ന ഒരു ജോലിക്കാരനുമുണ്ട്. വേറെ ആരും ഇവിടെ കാണുന്നില്ല. ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബൈക്കുകളായിട്ടും പിന്നെ ട്രാവലർ, അതുപോലെ കാറ്, പിന്നെ KSRTCയുടെ നേരത്തെ ഞാൻ പറഞ്ഞ സർവീസ് ഇല്ലേ, അത് കുറേ ഉണ്ട്. 2-3 ബസ് തിരിച്ചു പോയി. ഒരു 1-2 ബസ് ഇപ്പോൾ വന്നിവിടെ നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ. അതുകൂടെ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് ഈ ഒരു കാലാവസ്ഥേനേക്കാളും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത് മഴക്കാലത്തായിരിക്കും. ഇപ്പോൾ വെള്ളച്ചാട്ടവും പിന്നെ ആ പച്ചപ്പൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഈ സ്ഥലം കാണാൻ വരുന്നതും ഇവിടെ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നതും. ഇതിൻ്റെ മുന്നിൽ ഫോട്ടോ എടുക്കാനുള്ള ഭയങ്കര തിരക്കും ഇടിയൊക്കെയാണ് നടക്കുന്നത്. ഒരുപാട് ചെറിയ പെട്ടിക്കടകളൊക്കെ ഇതിൻ്റെ മുന്നിലുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന ഒരു ടൂറിസം ഏരിയയാണിത്. ഇതൊക്കെയാണ് കേട്ടോ മാമലക്കണ്ടം കാഴ്ചകൾ. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ വന്നൊന്ന് കാണുക. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടയാളം കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.